ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കാമോ? ഏതൊരു മനുഷ്യനും അവൻ്റെ കുഞ്ഞുങ്ങൾ വിലപ്പെട്ടതാണ്. അവൻ അവർക്കായി എല്ലാവിധ സുരക്ഷിതത്വവും നൽകുന്നു. അവരുടെ നല്ല ഭാവിക്കായി അവരെ ഒരുക്കുന്നു. അവരുടെ ക്ഷേമത്തിനായി എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നു. കർത്താവായ യേശുക്രിസ്തു നമ്മെ സ്വർഗീയ പിതാവാൻ ദൈവത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ദോഷികളായ ഭൗമിക പിതാക്കന്മാർ അവരുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്നുവെങ്കിൽ, സ്വർഗീയനായ നമ്മുടെ പിതാവ് തൻ്റെ മക്കൾക്ക് കൂടുതൽ നല്ല ദാനങ്ങളെ തീർച്ചയായും നൽകും. ദൈവത്തിൻ്റെ ദാനങ്ങൾ നമുക്കെല്ലായ്പ്പോഴും നല്ലതായിരിക്കും. ദൈവം തൻ്റെ ഏകജാതനായവനെ കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കായി തന്നു. അവൻ സർവ്വ മാനവരാശിയുടെയും പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി. 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു. ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ദാനം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന ദാനത്തിൽ എല്ലാ ആത്മീക അനുഗ്രഹവും അടങ്ങിയിരിക്കുന്നു. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ മറ്റെല്ലാ ആവശ്യങ്ങളും ആത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും പ്രാപിച്ചിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ആത്മാവിൻ്റെ ശക്തിയും ലഭിച്ചിരിക്കുന്നു. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവപൈതലായി തീരുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ.